ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് 2 മുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് അമൃതം പൊടിയാണ്. നമ്മുടെ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല അമൃതം പൊടി. നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ കുറുക്കാക്കി കൊടുക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങളാക്കിയിട്ടും കൊടുക്കാം. അപ്പോൾ ഒരു 5 അണി വെല്ലം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വലിയ പാത്രം, കുറച്ച് നല്ല വലിയ പാത്രം തന്നെ എടുത്തോളൂ. എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ പുറത്തേക്ക് മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് നല്ല വലിപ്പത്തിലുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. ചെറു തീയിൽ മാത്രമേ ഇത് ചൂടാക്കാൻ പാടുള്ളൂ, അമൃതം പൊടി ചൂടാക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അമൃതം പൊടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം തന്നെ എൻ്റെ അമൃതം പൊടി നന്നായിട്ട് കരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഇളക്കിയാൽ മതി. അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം മാത്രം മതി. ഇനി നമുക്ക് അമൃതം പൊടിയിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. അമൃതം പൊടിയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ മിശ്രിതം അമൃതം പൊടിയിൽ ചേർക്കുമ്പോൾ കുറേശ്ശെ മാത്രം ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ അപ്പടി അങ്ങ് കമഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുഴ തെറ്റും. നമുക്ക് പിന്നെ അത് ഉണ്ടയാക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇതാക്കണം. കൈ വെച്ചിട്ട്, സ്പൂണ് വെച്ചിട്ടല്ലാതെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലായിരിക്കണം, ഒരു ഉണ്ടയാക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം. കുറേ അങ്ങ് കമഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ പറ്റി പിടിച്ചിട്ട് ഉണ്ടയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല അടിപൊളി 4 മണി പലഹാരം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ടെടുക്കാം. അപ്പം നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.